വെട്രി. ഓ, ഡോണ്ട് ഷൂട്ട് മീ. ആന്റി, ആന്റി ഷെളി, എന്ത് പറ്റി? അദ്ദേഹത്തിന് ബോധം വന്നു, പെട്ടെന്ന് വാ. മോനെ, എഴുന്നേക്കട്ടെ. മോന്റെ ഈ അവസ്ഥയിൽ എഴുന്നേക്കാൻ പാടില്ല. കിടന്നോളൂ. നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആരാ? നീ എവിടെയാണെന്നല്ല അറിയണ്ടേ. സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയുള്ള. അതിരിക്കട്ടെ, മോന്റെ പേരെന്താ? എൻ്റെ പേരെന്താ? മോന്റെ പേര് പോലും മോന് ഓർമ്മയില്ലേ? മോന് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച്. ഓക്കെ 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 ഓക്കെ. I'm sorry. കുറച്ചു നേരം ഞാൻ തനിച്ച് ഞാൻ ആരാണെന്നറിയൂ? ഓക്കെ പ്ലീസ്. എനിക്ക് പഴയ ഓർമ്മകളൊന്നും തിരിച്ചു വരില്ലേ ഡോക്ടർ? അങ്ങനെ പറയാൻ പറ്റില്ല. ആ അപകടത്തോടെ നിന്നു പോയ നിന്റെ മനസ്സ് ആ പേടിയിൽ അതുവരെയുള്ള നിന്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെടുത്തി. ഇറ്റ്സ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ട്രോമാറ്റിക് അംനീഷ്യ. നിന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യ. എന്നാൽ നിന്റെ മനസ്സിനെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഓർമ്മ വന്നേക്കാം. ചിലപ്പോൾ മുഴുവൻ ഓർമ്മയും നിനക്ക് തിരിച്ചു കിട്ടിയേക്കാം. അതുവരെ മോൻ സമാധാനമായിട്ടിരിക്കണം. ആ റൗഡികളുടെ അക്രമത്തെ തടയാനുള്ള ധൈര്യം ഈ നാട്ടിൽ ഒരുത്തനുമില്ല. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട ഉടനെ അവളുടെ കഴുത്തിൽ ഒരു മുത്തുമാലയിടും. അതിട്ട് കഴിഞ്ഞാൽ വേറൊരാൾക്കും അവളെ കെട്ടാൻ പറ്റില്ല. എന്തിനു മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. അപ്പോ ഷേർലിയുടെ കഴുത്തിലുള്ള ഈ മുത്തുമാല ആ സമുദ്രം ഇട്ടതാണ്. ഇത് ഞാൻ ഇട്ടില്ലെങ്കിൽ ആന്റിയെ കൊല്ലുന്നു പറഞ്ഞു. അതുകൊണ്ടാ. അപ്പോ ഈ നാട്ടില് പുതിയാണോ നീ? അല്ലാതെ അണ്ണന്റെ ആളുകളോട് മുട്ടാനുള്ള ധൈര്യം ഉണ്ടാവോ? മോനെ, നീ ഇവിടുന്ന് പോവാൻ നോക്ക്. ഇല്ല, കുറച്ചു നേരം കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് പോവാം. ഞാൻ എന്തുകൊണ്ട് ഈ പെണ്ണിന്റെ കൂടെ നടന്നു? അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയാ. സമുദ്രത്തിനോട് പറഞ്ഞേക്ക്. സോറി, ഞാൻ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ കയ്യിൽ എന്തെങ്കിലും മുറിവ് പറ്റിയോ?
എൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹതയുള്ളവനല്ല. എന്താ ഇങ്ങനെ പറയുന്നേ? എൻ്റെ പേരെന്താന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജനിച്ച നാട് ഏതാന്ന് ചോദിച്ചാൽ എന്നെ തടഞ്ഞു നിർത്തി ഈ പാറയാന്ന് പറയേണ്ടി വരും. അവിടെ നിന്ന് മുതലേ എനിക്കെല്ലാം ഓർമ്മയുള്ളൂ. കഴിഞ്ഞ കാലത്ത് ഞാൻ റൗഡി ആയിരിക്കാം, എല്ലേ സമുദ്രത്തിനെ പോലെ ഒരു തെമ്മാടിയായിരുന്നിരിക്കാം. എന്ത് വിശ്വസിച്ചാണ് എന്നോട് നിന്നെ സ്നേഹിക്കാൻ പറയുന്നത്? ഞാൻ നിന്നെ സ്നേഹിച്ച് നിന്റെ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ? എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾ ഒരിക്കലും ഒരു മോശക്കാരനാവില്ല. മുഖം നോക്കി വിലയിരുത്താൻ കഴിയുമെങ്കിൽ നാട്ടിലെ പകുതി പേർക്കും നല്ലവരായിട്ടിരിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെയല്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഒരു നല്ലവനും ഒരു പെണ്ണിൻ്റെ ജീവിതം നശിക്കാൻ ആഗ്രഹിക്കില്ല. നിങ്ങൾ കാരണം എൻ്റെ ജീവിതം നശിക്കരുതെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയുള്ളവനാണെന്ന്. ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. ഏയ് കിഴവി, അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു മാമയെ സെറ്റപ്പ് ചെയ്ത് ഭജനമടം നടത്തുന്നോ? കൊന്നുകളയും ഞാൻ നിന്നെ. അങ്കിൾ അങ്കിൾ, വീട്ടില് ഭയങ്കര പ്രശ്നമാണ്. മോനെ, വേണ്ട മോനെ. അവനെന്താ പറഞ്ഞിട്ട് പോയെന്നറിയോ? മോനെ ഇവിടെ താമസിപ്പിച്ച ഞാൻ ഷേർലിയെ ഞാൻ വ്യഭിചാരം നടത്തുവാന്നാ മോനെ പറയുന്നു. സോ ഞങ്ങളെ സഹായിക്കുന്നെന്ന് മോനും കൂടി പേര് ദോഷമായല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ ജീവൻ രക്ഷിച്ച ഇവളെ ഇവിടെ മോന്റെ കൂടെ ചേർത്ത് ഒരുമിച്ച് നിന്ന് പോരാടി നിങ്ങള്. शिवाय नमः। ओम महेश्वराय नमः। ओम शंभवे नमः। ओम पिनाकिने नमः। ओम शशिशेखराय नमः। ओम वामदेवाय नमः। ഇത് ഞാനും ഷെർലിയും തമ്മിൽ നടക്കേണ്ട നിശ്ചയമാണ്. കേട്ടല്ലോ? മനസ്സിലായോടാ? മര്യാദയ്ക്ക് ഈ മണവാളിനെ ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും. സമുദ്രം സമുദ്രം എന്ന് എല്ലാവരും പേടിക്കുന്നത് ഈ വൃത്തികെട്ടവനെയാണോ? ഞാനേതോ ഭയങ്കരനാണെന്ന് വിചാരിച്ചു.
നമുക്ക് പോകാം.